ഹോസ്പിറ്റല് വീട് പറഞ്ഞിരിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് ഒരു ടൂർ കൊണ്ടുപോകാൻ പോവാണ്. അപ്പം നമുക്കും ഒരു എൻജോയ്മെന്റ് ആവും, ആൾക്കും ഒരു എൻജോയ്മെന്റ് ആവും. ആള് സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് നമ്മൾ 2 കാറിലാണ് പോവാൻ പോണത്. ഒന്ന് സുനിയമ്മാൻ്റെ കാറും ഒന്ന് നമ്മുടെ നിസൂട്ടിയിലും പാപ്പാൻ്റെ കാറ്. നിസൂട്ടിന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ പോവാൻ പോവാണ്. അപ്പോൾ ഗൈസ് അവർ വണ്ടിയും കൊണ്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ വണ്ടി ഇവിടെ മൂവ് ചെയ്യണേ ഉള്ളൂ. അവരിപ്പോൾ പോവും ഗൈസ്. അവർ പാട്ടൊക്കെ വെച്ച് ചിരില് ചെയ്തിട്ടാണ് പോണത്. നമ്മളിപ്പോൾ പാട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മാത്രമാണ് ഈ വണ്ടിയിലുള്ളൂ. ഞാനും വാപ്പി ഉമ്മി മാത്രം. പിള്ളേർ നീയും നെയ്മും അവരൊക്കെ ആ വണ്ടിയിലാണ്. അപ്പോൾ അവർ ഒരുമിച്ചാണ് പോണ്. അവർ വേറെ വഴിക്കൂടെ, ഞങ്ങൾ വേറെ വഴിക്കൂടെ പോയിരിക്കണേ. ഞങ്ങൾക്ക് വേറെ ഒരു റിലേറ്റീവിനെ പിക്ക് ചെയ്യാനുണ്ട് കാരമലിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ അവരിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ കാരമലിൽ പോവുള്ളൂ. ഷോർട്ട് കട്ട് ബ്യൂട്ടിഫുൾ ആണ്. സീനറീസ് ഒക്കെ കുറേ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ എന്താ പറയുക, റോഡ് ഇത്തിരി മോശമാണ്. റോഡിലൊക്കെ ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് വണ്ടി ചാടിയാണ് പോയിക്കൊണ്ടിരിക്കണത്. ഞങ്ങൾ ഷോർട്ട് കട്ട് എടുത്ത് വന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും ഇത്തിരിയൊക്കെ റോഡ് നല്ല ഭംഗിയുള്ളതാക്കായിരുന്നു. പിന്നെ ഇവിടെ ഒരു നല്ല അമ്പലമൊക്കെ ഉണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ മതിൽ മാത്രമേ കാണില്ലെങ്കിലും ഞങ്ങൾ അമ്പലം കണ്ടു ഗൈസ്. ഞങ്ങൾ പോണ വഴിയിലൂടെ വളരെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. നല്ല ചന്തമുള്ള കൊയ്യാനായി ഏകദേശം നെൽക്കതിരൊക്കെ വന്നു, പകുതിയായി എന്നൊക്കെ പറയുന്നത്. നല്ല ചന്തമുള്ള പാടങ്ങളുടെ നടുവ് കൂടിയാണ് നമ്മളിങ്ങനെ പോണത്. അപ്പോൾ ഗൈസ് നമ്മൾ പാത്തോമ്മേൻ്റെ വീടിൻ്റെ അടുത്തെത്താനായി. അപ്പോൾ അവർ അവിടെ കരമലയിൽ എത്തിയോന്ന് അറിയില്ല, അതോ ഇങ്ങോട്ടാണോ അവർ ഡയറക്റ്റായിട്ട് വരുന്നതെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ പാത്തോമ്മേൻ്റെ വീട്ടിലെത്താനായി. നമ്മൾ പാത്തോമ്മേൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഇനി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കാരമലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാത്തോമ്മേനെ പിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ പാത്തോമ്മേനെ പിക്ക് ചെയ്ത് കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ നീയും പാത്തോമ്മയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കാരമലയുടെ അടുത്തെത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നീയും ഞാനും കൂടി ഈ വണ്ടിയിലും നീതയും നെയ്മും കൂടി ആ വണ്ടിയിലാണ് കയറിയിരിക്കുന്നത്. ആ വണ്ടിയിൽ മീൻസ് സുനിമാൻ്റെ വണ്ടിയിലല്ല, അഫ്സൽഖാൻ്റെ കൂടെയാണ് അവർ കയറിയിരിക്കുന്നത്. അഫ്സൽഖ പാത്തോമ്മേൻ്റെ മകനാണ്, മൂത്തമാനാണ്. അപ്പോൾ അവരുടെ കൂടെ ബൈക്കിലാണ് പോയിരിക്കുന്നത്. ഞങ്ങൾ കൂട്ടാണ്ട് പോയിട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പോവും, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ കാരമല കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അടുത്ത് നിറയെ വണ്ടികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ കുറച്ചും കൂടി വണ്ടികൾ നല്ലോണം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഗൈസ് ഞങ്ങൾ കാരമലയൊക്കെ എത്തി. കാരമലിൻ്റെ എൻട്രൻസ് ഞങ്ങൾക്ക് കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇനി ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അഫ്സലിക്ക് നീതിയും കൂടെ അവിടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്, കണ്ടില്ലേ? സൗണ്ട് ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ പറയണം. നമുക്ക് കുറേ റൈഡ്സിൽ കയറും. പിന്നെ ഒരു റൈഡിൽ നമ്മൾ കുറച്ച് കയറി എന്നാലും ഇറക്കി വിട്ടു. നമുക്ക് വീണ്ടും അതിൽ പോയി കയറണം. നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ട്. ഫൺ ബേബി ഫൺ. ഇവിടെ നിറയെ സാധനങ്ങളുണ്ട്, നിറയെ കാര്യങ്ങളുണ്ട്. നമ്മൾ വന്നത് എന്തായാലും നന്നായി. നിറയെ മീനുള്ള ഒരു കുളം, ഒരു സ്വിമ്മിംഗ് പൂളെന്നൊന്നും പറയാൻ പറ്റില്ല. നോക്കി അത്യാവശ്യം കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഇത്തിരി വീഡിയോ എടുക്കാടാ ഉണ്ണി. ഹായ് പറയാം. ഫൈൻ. അപ്പോൾ കുറേ കുട്ടികൾ, ഫാൻസ് അസോസിയേഷനൊന്നും അല്ല, എന്നാലും കുട്ടികളിങ്ങനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്ത് ചെയ്യാനെന്ന്. നമ്മൾ വീഡിയോ എടുക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ റൈഡിൽ കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു റൈഡിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു. അതിൽ നമ്മൾ റിവെഞ്ചായിട്ട് കയറിയിരിക്കണം. ഇത്
അപ്പൊ അവിടെ വേറൊരു റൈഡിൽ നമ്മൾ കേറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേറി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഗൈസ് നമ്മൾ റൈഡിൽ കേറി. ഈ റൈഡിൽ കയറുമ്പോൾ തലയൊക്കെ ഇറങ്ങണം. എനിക്ക് മതി. അയ്യോ എനിക്ക് പേടിയാണ്, മതി. ഞാൻ ഇറങ്ങി. ഇനി നമ്മൾ അടുത്തത് വലിയ റൈഡിൽ കയറാൻ പോവാണ്. എനിക്ക് ഇതിനെയും കാട്ടി ഇഷ്ടപ്പെട്ടത് ആ റൈഡിലാണ്. എന്നാൽ നമ്മൾ കയറി അഫ്സൽ കാട്ടാൻ പോവാണ്. അയ്യോ എനിക്ക് പേടിയാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആ കുട്ടീനെ പോലെ ആ കുട്ടീൻ്റെ അപ്പുറത്ത് എൻ്റെ താത്ത നീയ ചെറുത് ഇരിക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തായാലും നമുക്ക് നോക്കാം, അറിയില്ല എങ്ങനെയാന്ന്. അയ്യോ 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 പേടിയാണ്. അയ്യോ 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 നല്ല അയ്യോ ഗൈസ് നല്ല രസമുണ്ട്. അയ്യോ ഇതൊക്കെ ആ ഉണ്ണിനെ പിടിക്കുന്നൊക്കെ പേടി. പിന്നെ ആ ഉണ്ണിനെ പിടിച്ചോട്ടാ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മങ്കി പാസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണിത്. ഞാൻ മങ്കി പാസിൽ കയറി ലാസ്റ്റ് തോറ്റ് ഞാൻ ജയിച്ചു. എൻ്റെയൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര എനർജി കൂടി. നമ്മളെല്ലാം കളിച്ചു, എല്ലാം രസിച്ചു. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളെടുത്ത് നമുക്ക് ആ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റില്ല. നെഗറ്റീവ് വന്നു, പോസിറ്റീവ് വന്നു. നമ്മൾ നെഗറ്റീവിലേക്ക് അത് കടന്ന് നമ്മൾ പോസിറ്റീവ് ആക്കി. അത് ഞാൻ കുറെ 2 ഡാൻസാണ് നമ്മൾ കളിച്ചത്. മോർണിംഗും കളിച്ചു, മറ്റേ അതിന് പേര് ബ്ലൂ അങ്ങനെ എന്തോ സംഭവം. 2 പാട്ട് കളിച്ചു, നന്നായി കളിച്ചു. എനിക്ക് എന്റെ ടീമിൽ നന്നായി കളിച്ചതാണ്. രണ്ടാളുണ്ട്. ക്യാമറാമാന്റെ പിഴവാണ്. ഒന്നാമത് ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ക്യാമറാമാൻ വീഡിയോ എടുത്തില്ല. വേറെ ഫോൺ ഉണ്ടാന്ന് അറിയില്ല, പാപ്പ തന്നില്ല. അപ്പൊ ക്യാമറാമാൻ വീഡിയോ എടുത്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു കിട്ടുകയാണെങ്കിൽ വീഡിയോ ഇതിലിടുക കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ നോക്കുക. ഓക്കെ, അപ്പം നമ്മള്